നേരത്തെ കേട്ടിരുന്നത് രാഹുൽ ഗാന്ധിയും കെ സിയും ഒരുമിച്ച് മത്സരിക്കില്ല. രാഹുൽ വയനാട്ടിൽ വരികയാണെങ്കിൽ കെ സി മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. കെ സി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. നേരത്തെ സുജിയ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അക്കാര്യത്തിൽ. കാരണം കെ സി ആലപ്പുഴയിൽ വന്നതോടുകൂടി നിലവിലൊരു എൽ ഡി എഫ് ചായ്വ് ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ അഡ്വാൻറ്റേജ് യു ഡി എഫ് ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതെങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരുപാട് ദിവസങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിക്ക് മുമ്പ് ഓരോ മണ്ഡലത്തെയും കാണുന്ന പോലെയല്ല സ്ഥാനാർത്ഥിക്ക് ശേഷം ഓരോ മണ്ഡലത്തെയും കാണുന്നത്. ഇനി ഇവരുടെയൊക്കെ ക്യാമ്പയിന് ശേഷം വേറൊരു ട്രെൻഡ് രൂപപ്പെടും. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നതൊന്നും അവസാനമാക്കല്ല. പക്ഷേ എങ്കിൽ പോലും ആലപ്പുഴയിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അവിടെ പ്രവർത്തകർക്ക് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നൊരു വികാരമുണ്ട്. ആ വികാരം സ്വാഭാവികമായും കെ സി വേണുഗോപാലിന് ഒരു വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള നല്ല ചവിട്ട് വഴിയാണ്. പക്ഷേ ഇവിടെ ബി ജെ പിയുടെ വോട്ട് ശോഭാ സുരേന്ദ്രനിലൂടെ എങ്ങനെയാണ് എമേർജ് ചെയ്യുക എന്ന് പറയാനാകില്ല. നേരത്തെയൊക്കെ ബി ജെ പി വലിയ സ്ഥാനാർത്ഥികൾ നോക്കൂ, അവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ധ്രുവീകരണം ആ നിലയിൽ ചില മേഖലകളിലെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ മുസ്ലിം ഹിന്ദു ധ്രുവീകരണം സാധ്യമായിട്ടുള്ളൊരു ജില്ലയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ തുടരെ കൊലപാതകമൊക്കെ ഉണ്ടായത്. അതൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏതായാലും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ആ ധ്രുവീകരണം ഉപയോഗിക്കാനാണ് ബി ജെ പിയുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് എതിരായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ മുരളീധരൻ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ സ്മൃതിയും ഡോക്ടർ അരുണും ചൂണ്ടിക്കാണിച്ചതുപോലെ ഷാഫി പറമ്പിൽ നല്ല കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ, ഇപ്പോൾ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അതിശക്തമായിട്ടുള്ള ഫൈറ്ററായിട്ടുള്ള ഒരാളാണ്. അതിലൊന്നും തർക്കമില്ല. ഷാഫി പറമ്പിലിനെ ഒരു സ്ഥാനാർത്ഥിയാക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം എന്താ ചെയ്തിട്ടുള്ളത്? ഒരു മുസ്ലിം സമുദായക്കാരനായ സ്ഥാനാർത്ഥിയെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കണം. അതിന് പറ്റിയ ഒരാളെ എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയി അവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വടകര ലോക്സഭാ മണ്ഡലം എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ വരാനിരിക്കുന്ന ദിവസമാണ്. വടകരയിൽ ഷംസീറും മുല്ലപ്പള്ളിയും തമ്മിലുള്ള മത്സരത്തിൽ മുല്ലപ്പള്ളി ജയിച്ചെങ്കിലും ഷംസീറിന് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. ഷംസീർ 3000, എനിക്ക് തോന്നുന്നു 1000-നും 3000-നും ഇടയിലുള്ള വോട്ടുകൾക്കാണ് ഷംസീർ. അത് ആ പേരിൽ തന്നെ അങ്ങനെ നേരത്തെ ഇവിടെ സുജിയെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം കഴിഞ്ഞ 2014 ലോക്സഭാ മണ്ഡലത്തിലൂടെ തന്നെ എത്തിയിരുന്നു. പക്ഷേ അവിടെ ഷംസീറിന് ചില ഘടകങ്ങൾ, അവിടെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ഷംസീർ മത്സരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഒന്ന്, ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയമുണ്ട്. രണ്ട്, സി പി എമ്മിൽ അതിശക്തമായിട്ടുള്ള വിഭാഗീയത നടമാടുന്ന സമയമാണ്. ഞാനതാ പറഞ്ഞ ടി പി വിഷയം നിൽക്കുമ്പോഴും ഷംസീറിന് അത്രയും വോട്ട് കിട്ടുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ആ രൂപത്തിൽ ന്യൂനപക്ഷ പേരുകാരനാണെങ്കിൽ നമുക്ക് എത്ര കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അവിടെ കൊയിലാണ്ടി, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ കൊയിലാണ്ടി, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിലൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള മുസ്ലിം വോട്ടുകളുണ്ട്. ഇപ്പുറത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഹിന്ദു വോട്ടുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നേരത്തെ കെ വി എസ് ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. 60 ശേഷം അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല, മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അബദ്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇരു മുന്നണികളും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള ഇപ്പോൾ അഡ്വക്കേറ്റ് ടി ആസഫ് അലി ഞാൻ എന്നും അതിശയിച്ചു പോയിട്ടുണ്ട്. ഇത്രയും നല്ല വാഗ്മിയായിട്ടുള്ള ഒരാൾ, നിയമപരമായ പാണ്ഡിത്യമുള്ള ഒരാൾ. അഡ്വക്കേറ്റ് ടി ആസഫ് അലിയുടെ മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിലും അഡ്വക്കേറ്റ് ടി ആസഫ് അലിക്ക് അവിടെ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വർദ്ധിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ സാധ്യത അദ്ദേഹത്തിന് നൽകാതിരുന്നത്. ആസഫ് അലിയൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോകേണ്ട ഒരു അഭിഭാഷകനാണ്. എനിക്കെതിരായി വാദിച്ചിട്ടുള്ള അഭിഭാഷകനാണ് കേട്ടോ. എങ്കിൽ പോലും എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു അഭിഭാഷകനാണ്. അപ്പോൾ ആസഫ് അലിയെ പോലുള്ള ഒരാൾ പാർലമെൻറ്റ് പക്ഷേ കിട്ടാത്തതിൻ്റെ കാരണം പ്രധാനമായും ഈ ഒരു ഘടകമായിട്ടുണ്ടാകാം എന്ന് ഞാൻ സംശയിക്കുകയാണ്. നമുക്ക് ആലപ്പുഴയിൽ ഒരു അഡ്വാൻറ്റേജ് യു ഡി എഫ് ആയിട്ടുണ്ടെങ്കിൽ, പക്ഷെ വടകരയിൽ നിലവിൽ ഇനി ഷാഫി അവിടെ പോയി വലിയ നിലയിൽ ഡ്രമാറ്റിക്കായി സീൻ ചേഞ്ച് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിലവിൽ അത് ശൈലജ ടീച്ചറോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, നമ്മൾ വയനാട്ടിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയുടെ പഴയ പ്രതാപം ഇപ്പോൾ ഇല്ല കേട്ടോ.
രാഹുൽ ഗാന്ധി 2019 മത്സരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് കേരളം വിശ്വസിച്ചിരുന്നു. അന്നത്തെ പോളുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ ഇരട്ടി, പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയുടെ ഇരട്ടി നമ്പർ കൈവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ആ നിലയിലില്ല. നരേന്ദ്രമോദി കുറേയൊക്കെ കേരളത്തിൽ സ്വീകാര്യമായിട്ടുള്ളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അതാണ് ചിത്രം. എനിക്ക് ആ വിശ്വാസമില്ലെങ്കിലും അതാണ് ചിത്രം എന്നുള്ളതാണ്. അപ്പോൾ ആ പഴയ ഒരു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ പ്രതീക്ഷിക്കേണ്ട. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം പ്രസരിക്കുമല്ലോ, അതും ഇത്തവണ വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നേരത്തെ സുജയനെ ചൂണ്ടിക്കാണിച്ച പോലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുധാകരന് വാക്ക് ഓവർ എന്ന് പറയാറായിട്ടില്ല. സുധാകരൻ രണ്ട് തരത്തിൽ പ്രശ്നമാണ്. ഒന്ന്, ആരോഗ്യം, അദ്ദേഹത്തിന് മനസ്സെത്തുന്നിടത്ത് ഓടിയെത്താനുള്ള ശാരീരികമായ ഇതുണ്ടോ. പിന്നെ രണ്ടാമത്, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ തോറ്റത് ഒരു തവണ അദ്ദേഹം വൺ ടൈം വണ്ടറാണ് എപ്പോഴും സുധാകരൻ. അവിടെ ആദ്യ തവണ മത്സരിക്കുമ്പോൾ സുധാകരൻ ഒരു വലിയ പോരാട്ട വീര്യമൊക്കെ കാണിക്കും, അങ്ങനെ സുധാകരൻ ജയിക്കും. രണ്ടാമത്തെ തവണ ആൻറ്റി ഇൻകംബൻസി സുധാകരനെതിരെ പ്രവർത്തിക്കും. ഇപ്പോൾ ആ ആൻറ്റി ഇൻകംബൻസി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഘട്ടം. പക്ഷേ പ്രൊവൈഡഡ് അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ BJP സ്ഥാനാർത്ഥി BJPയുടെ വോട്ടുകൾ പിടിക്കണം എന്നുള്ളതാണ്. പഴയ സുധാകരൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് എത്ര കണ്ട് വോട്ടുകൾ അയാൾക്ക് BJP വോട്ടുകൾ സമാഹരിക്കാൻ, എത്ര കണ്ട BJP വോട്ടുകൾ സമാഹരിക്കാൻ. കാരണം BJPക്കാർ എന്തിനു വോട്ട് ചെയ്യണം? ഈ കോൺഗ്രസിൽ നിന്നുള്ള ഈ ഡ്രോപ്പ് ഔട്ട്സിനെ BJP കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ BJPക്കാർക്ക് തന്നെ അതിനകത്തൊരു വലിയ രീതിയിൽ വിഷമവും ദുഃഖമൊക്കെ തോന്നില്ലേ? ഞങ്ങളുടെയൊക്കെ എത്രയോ നേതാക്കൾ അവിടെ കണ്ണൂർ ജില്ലയിലൊക്കെ എത്ര നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടുത്തെ BJPക്കാരെ ഒന്നുകിൽ നോട്ടക്കൂത്തും അല്ലെങ്കിൽ സുധാകരൻ ഇതിനേക്കാളും നന്നായി CPM-നെ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഡ്രോപ്പ് ഔട്ട്സിനെ എടുക്കുന്നത് എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് വലിയ നിലയിൽ BJP അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. എം വി ജയരാജൻ്റെ കാര്യം പ്രശ്നമാണ്. BJP വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കുകയാണെങ്കിൽ കിട്ടും. എം വി ജയരാജന് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരട്ടെ. Meet the editors.